ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് ടാറ്റ തങ്ങളുടെ ജനപ്രിയ വാഹനമായ നെക്സോണിന്റെ ഇലക്ട്രിക് പതിപ്പിനെ അവതരിപ്പിക്കുന്നത്. 13.99 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. ലോക്ക്ഡൌണിൽ ഇളവുകൾ ലഭിച്ചതോടെ വാഹനത്തിന്റെ ഡെലിവറി ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി. ചെന്നൈ, അഹമ്മദാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്കാണ് വാഹനം കൈമാറുക. മുൻഗണന അടിസ്ഥാനമാക്കിയാണ് വാഹനങ്ങൾ കൈമാറുന്നതെന്നും കമ്പനി വെളിപ്പെടുത്തി. രാജ്യത്തെ മറ്റു പല പ്രധാന നഗരങ്ങളിലും നെക്സോൺ ഇലക്ട്രിക്കിന്റെ ഡെലിവറികൾ ഉടൻ പുനരാരംഭിക്കുമെന്നും ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വാഹനത്തിന്റെ ഡെലിവറി നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് മാസത്തിൽ 198 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് വാഹനത്തിന് ലഭിച്ചത്. എതിരാളികളായ MG ZS ഇലക്ട്രിക്, ഹ്യുണ്ടായി കോന എന്നിവരെക്കാൾ കൂടുതലാണിത്. വിൽക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം ചെറുതാണെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഇലക്ട്രിക് ക്രോസ് ഓവറുകളുടെ വിൽപ്പന കണക്കുകൾ വരും മാസങ്ങളിലും വർഷങ്ങളിലും ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസത്തിന്റെ അവസാനത്തോടെയാണ് ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ അടുത്തിടെ ഇളവുകൾ ലഭിച്ചതോടെ നിർമ്മാതാക്കൾ പ്രവർത്തനം പുനരാരംഭിക്കുകയും നിർത്തിവെച്ചിരുന്ന ഡെലിവറികൾ ആരംഭിക്കുകയും ചെയ്തു. അതേസമയം COVID-19 പ്രതിസന്ധിയിൽ പലരും ബുക്കിംഗുകൾ റദ്ദാക്കുന്നതും നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാണ്. ഇത്തരത്തിൽ ബുക്കിംഗുകൾ റദ്ദാക്കുന്നതിന് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന വിവിധ EMI പദ്ധതികളും കമ്പനികൾ അവതരിപ്പിച്ചു. സിപ്ട്രോൺ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ടാറ്റ നിരയിൽ നിന്നും വിപണിയിലെത്തുന്ന ആദ്യ ഇലക്ട്രിക് വാഹനം കൂടിയാണ് നെക്സോൺ. ഒറ്റ ചാർജിൽ 312 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തി. ഒറ്റ ചാർജിൽ 312 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തി. IP67 സർട്ടിഫൈഡ് 30.2 കിലോവാട്ട്സ് ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിന് കരുത്തേകുക. ഈ ബാറ്ററി 129 bhp കരുത്തും 245 ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 8 വർഷത്തെ വാറന്റി ബാറ്ററിക്ക് ലഭിക്കും. വാഹനത്തിനോടൊപ്പം ഹോം ചാർജിംഗ് സംവിധാനവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹോം ചാർജർ ഉപയോഗിച്ച് പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏകദേശം 8 മണിക്കൂർ ആവശ്യമാണ്. എന്നാൽ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 1 മണിക്കൂറിൽ ബാറ്ററി 80% ചാർജ് ചെയ്യാം. XM, XZ+, ലക്സ് എന്നിങ്ങനെ 3 വകഭേദങ്ങളിലാണ് വാഹനം വിപണിയിലെത്തുക. 3 പതിപ്പുകളിലും നിരവധി ഫീച്ചറുകളും കമ്പനി നൽകിയിട്ടുണ്ട്. കണക്ടിവിറ്റി സംവിധാനവും വാഹനത്തിന്റെ സവിശേഷതയാണ്.